അപ്പം കുറെ കാലം 2 ദിവസത്തിന് ശേഷം യൂട്യൂബിൽ വീഡിയോ എന്താ വെച്ചാല് അങ്ങനെ പ്രിയേഷ് പോയിട്ടുണ്ട് അല്ലേ? പ്രിയേഷ് പോയതിന്റെ സങ്കടം ഇനി എനിക്കും വാജിനും മുർഷിന് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എങ്ങനെ തമ്മിലോ എന്താണ് യൂട്യൂബ്? അതെ അതെ, ഞാനില്ലാത്തോണ്ട് ഫുവാദാണ് വീഡിയോ. അതെ അതെ, അക്കൗണ്ട് പൈസ ഇട്ടുമ്പോ കുറച്ച് ഇങ്ങോട്ട് ഷെയർ ചെയ്യണേ. ഏതായാലും പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഹലോ ഗൈസ്, അടുത്ത യൂട്യൂബറാണ് ലൂക്ക. 1000. അതെ, അടുത്ത വീഡിയോയിൽ ലൂക്കനെ വെച്ചാണ് കയറാം. ഓക്കെ. ഏതായാലും ഗൈസ്, ഇന്നൊരു കണ്ടന്റ് ഇല്ലാത്തോണ്ട് കാവനൂരങ്ങാടി ഇങ്ങനെ ഇരിക്കുക, അതാണ് പരിപാടി. കണ്ടോ, ഇങ്ങനെ നിങ്ങൾക്കും ഉണ്ടാവും ഒരു കാലം അല്ലേ? ബാബു വാ, എന്താണ് അടിപൊളിയല്ലേ? ഒന്നും പറയാല്ലേ? എൻ്റെ ഈ ഒന്നും പറയാല്ലാത്ത കുറച്ച് ആയി. ഇതാ പുതിയ ഒരാളെ കിട്ടിയിട്ടുണ്ട്, ശിബിലെ കാണിച്ചാ. ഇവനാണ് ആധാർ ഇന്റർലോക്കിന്റെ മാനേജർ വിത്ത് എല്ലതും. പക്ഷെ ഓന്റെ മാനേജർ ആരാ അറിയോ? ഓന്റെ മാനേജറാണ് ഇത് പറയുന്നത്. സോറിടാ, പേര് ഒന്നും പറയേ, ആരാണ് എന്താന്ന് പറയേ. ഷിബിൽ റാഷിദ്, ഷിബിൽ എന്നാണ് പേര്. ഇതാ ബിച്ചാവനെ നല്ല തലോടുന്നതാണ് കാണുന്നത്. അതെ അതെ, വേണ്ട അത് ആകെ സീനാവും. കപ്പാസിറ്റി ഇല്ലാന്ന് എന്താണ്? അയ്യോ ഇതാണ് ഇരുപത്തിലെ ഏക പോസ്റ്റർ മേക്കിംഗ് അർസൽ TP. അതായത് പഴയ സീനിയറും ജൂനിയറാണ്. അടി കുത്ത് വെട്ട് എന്നുള്ളതൊക്കെ ജാമ്യയില് നടത്തി. ഇവനൊരു ഡോണേനില്ലേ അർസലെ അല്ലേ? ജാമ്യ ഭരിച്ചിന് ഓനല്ലേനു, ഡോണാണ്. കണ്ടോ ഈ ചിരി നോക്കണ്ടാവും. സിനാന് വിത്ത് ഷിബില്. അതെ അതെ, ജാമ്യയിലെ ഏക പാർട്ടി കൊണ്ടുവന്നത്. അതേമാതിരി എന്തൊക്കെ ആർട്സ് അതൊക്കെ കൊണ്ടുവന്ന ഏക വ്യക്തികളാണ്. ഓണപരിപാടിയില് 5000 റുപ്യന്റെ സാധനം വാങ്ങിയിട്ട് 10000 റുപ്യ ബില്ലിടുക. ഇരുവ് എന്നുള്ള പേര് ഇംഗ്ലീഷിലാക്കണം പറയണ്ട എല്ലാരും. എന്താ വെച്ചാല് ടൈപ്പ് ചെയ്തിട്ട് ഇപ്പൊ ആക്കൂലേ, അതാണ് സെർച്ച് ചെയ്താൽ കിട്ടുന്നില്ല. എന്താ വെച്ചാൽ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ, മലബാർ വാജി. സ്വർണ്ണ ആദായ വിൽപ്പനക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 500 റുപ്യ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വാജിയായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഗൈസ്. അതെ അതെ, അതും അതെ യെസ് നമ്മുടെ ഡീറ്റെയിൽ മാത്രമല്ല വാജിന്റെ, അതേമാതിരി ഇന്റെ കമ്പനി, അതേമാതിരി ഫുവാദിന്റെ ക്ലോക്ക് വെല്ല് ഇറങ്ങിയിട്ടൊരുമല്ല എന്നാലും ആധാർ. അതെ, സോനുവിന്റെ ഏക യെസ് അതെ മാനേജർ, 20 സ്കൂളിന്റെ മാനേജറാണ്. പ്ലസ് ടു ബാച്ച് അല്ലെങ്കിൽ +2 ഇത് അഡ്മിഷൻ എടുക്കണമെന്നെങ്കിൽ വാജിയെ വാജിന്റെ ആരോ എത്തിയിട്ടുണ്ട് ഗൈസ്. വാജി അങ്ങനെ പോയി ഗൈസ്. അവസാനം ഞങ്ങളെ പേജ് ഇട്ട് സബ്സ്ക്രൈബ് ചെയ്താ ബെൽബട്ടൺ നോക്കി, ബെൽബട്ടൺ ഞാനൊക്കെ അങ്ങനെ നമുക്കൊരു സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. ഒരു 10 ഞങ്ങൾക്ക് അങ്ങനെ വേണ്ട, ഞങ്ങൾ ഓൾറെഡി ഫേമസ് ആണ്. ഏതായാലും എന്റെ ഭാഗമായിട്ട് ഒരു 10-200 ആക്കിക്കോ, സീല്ല. ആ തമ്പുരാനെ കണ്ടമാനം ഇമെയിൽ ഒക്കെ എല്ലാത്തും ചെയ്തോട്ടോ. ഓക്കെ ഗൈസ്, ഇപ്പൊ നമ്മള് 1K അടിക്കും. എന്താ സംഭവം? ഗൈസ് ഇവല് നമ്മളറിയാതെ എന്തോ പരിപാടി ഉണ്ട് ഗൈസ്. ബിച്ചാവനെ കാണാനല്ല ഗൈസ്. ആ പോണ് ചാവായിക്കൂടെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ നടത്തത്തിൽ തന്നെ. എന്താണ് വാജി അടുത്ത പരിപാടി? എന്താ അഭ്യർത്ഥന മാനിച്ച് നമ്മള് ഇംഗ്ലീഷിലാക്കാൻ പോകുന്നത്. മെൻഷൻ മാത്രല്ല സർപ്രൈസ് ആക്കി കൊടുക്കാം. ടാഗോ യെസ് കണ്ടോ ഇവിടുന്നാണ് കാണിച്ചത് ഗൈസ്. ബാബുവിനൊരു തുഞ്ചം എവിടെയായാലും ഓന ഓക്കെയാണ്. എന്താ സംഭവം? എന്താ ബാബു കണ്ട റീലാണ്ട് കുറിച്ച് സീന് സാധനം വീഡിയോ ഒന്നര ദിവസം മണ്ണെണ്ണയിൽ മുക്കിയിട്ടാണ് ഇതൊക്കെ ഒന്ന് ഊരിയെടുക്ക. എന്തൊക്കെയല്ലേ എവിടുക്ക ഈ സോഷ്യൽ മീഡിയ പോണ ബാബു?
ഇങ്ങോട്ട് നോക്ക് ഈ 10-40 വയസ്സായ പെണ്ണുങ്ങളൊക്കെ ദീക്കിറങ്ങി നമ്മളെ പോലത്തെ എന്താ ചെയ്യാ അല്ലേ? നമ്മള് ഡെയിലി ഇത് എടുത്ത് വാജേ അനക്ക് എന്താ പറയാനുള്ളത് വാജേ? ഈ 10-40 വയസ്സായ പെണ്ണുങ്ങളും അതായത് തന്താരൊക്കെ യൂട്യൂബിൽ ഇൻസ്റ്റയിൽ ഇറങ്ങിയിട്ട് നമ്മളെ പോലത്തെ യങ്ങസ്റ്റ് ആൾക്കാർക്ക് ഇതില്ല, സ്കോപ്പില്ല ഈ നാട്ടില്. ഒരു വിഷയമാണ് നമ്മൾ അടുത്ത വീഡിയോയില് മെയിൻ ആയിട്ട് അതിനെ കുറിച്ച് സംസാരിക്കണം. എന്താ വെച്ചാല് തിന്നാ കുടിച്ചാൽ മാത്രല്ല ജീവിക്കണം. പബ്ലിക്കിൽ എന്തൊക്കെയാ വേണ്ടത് അതിനെ കുറിച്ച് അതെ സംസാരിക്കണം. കണ്ടോ കണ്ടോ സംഭവം എഡിറ്റർ തന്നെ കയറാം, പക്ഷെ ഒരു മൊബൈലും ഒരു ചാരി നിൽക്കാൻ ഒരു കമ്പി ഉണ്ടായ കുട്ടിക്ക് മെസ്സേജ് അയക്കണം ഏക വെട്ടി അത് ശരി. ഏതായാലും എന്തൊക്കെ കാണാൻ ബാബുവിനെ കുറിച്ച് കുറെ ആൾക്കാർക്ക് എന്താ വെച്ചാൽ ബാബു ഫാൻസ് അസോസിയേഷൻ നടത്തി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. നമുക്ക് എല്ലാവർക്കും വൈറലായി. കൊറേ ദൂരം അതെ യൂട്യൂബ് ഉണ്ട് അന്റെ ഫാന്. അപ്പൊ എനിക്ക് ആളില്ല. അതെ അവരെ വിളിച്ചിട്ടുണ്ട്. എന്താ സംഭവം? തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാന്ന് കാണാതെ വിചാരം കിട്ടിയിട്ടുണ്ട് ഗൈസ്. കാൻഡീസിന്റെ മുന്നിൽ നിന്നാണ് ഇറങ്ങി വന്നത്. സംഭവം കാൻഡീസ് പോയിട്ട് മുട്ടായൊക്കെ നോക്കിയേ എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടല്ലേ ഏതൊക്കെ രീതിയിൽ ബാബു? മുട്ടായി അല്ലേ? വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു നാദാപുരത്ത് ഡോക്ടർ. എങ്ങട്ടൊക്കെ ഈ നാട് പോണല്ലേ? അതും ഡോക്ടർ അല്ലേ? എന്തൊക്കെയാണ് നടക്കുന്നത്? നമ്മളൊക്കെ നിക്കണ കണ്ടാൽ അറിയാം. അതെ ഡോക്ടറെ ലുക്ക് കണ്ണാടി ഇങ്ങനെ കൊറേ മോട്ടറൊക്കെയാണ് ഇടിപ്പിച്ചാണ്. ഓനക്കറിയില്ലല്ലോ ഇതിനെ കുറിച്ച് അല്ലേ? അന്തങ്ങമ്മ പ്രമോഷന്റെ വേറെ പ്രശ്നമുണ്ട്. പ്രമോഷന്റെ ഇങ്ങോട്ട് സംഭവത്ത് പ്രമോഷൻ നമുക്ക് കിട്ടാത്തോണ്ടല്ല. ഇന്റെ ഈ കൈയാണ് ഗിംബല്. നമുക്ക് ആദ്യം ഒരു ഗിംബല് മേടിക്കണം. ഗിംബല് മേടിക്കണം. ആ ഗിംബൽ പറ്റൂല. വെറുതെ പറയണ പലതും പറഞ്ഞാല് സംഭവം ഒരു സാധനം പഠിച്ചെന്നുണ്ടെങ്കിൽ ആ ടൈം ആയിരുന്നു. ആ ടൈമോട് ഞാൻ പഠിച്ചെടുത്ത് ഇപ്പൊ ഓക്കെയാണ്. ഇവിടെ അല്ല എനിക്കറിയില്ല ആഷ്കോഡ് ഓടെയാണ് എന്താ ബാബു അതിന് പറയാലേ? ഓ ആഷ്കോഡ് ഓടണ്ടേ? ആഷ്കോഡൊക്കെ ചോദിച്ചാ ഞാൻ തട ഞാൻ മാറിയാ ആഷ്കോഡ് ഓടെ കിട്ടിയോ? അപ്പൊ ഗൈസ് ഇന്ന് നമ്മളെ റിസോർട്ടിന്റെ വീഡിയോ ആണ് വരുന്നത്. എല്ലാവരും ചെക്ക്ഔട്ട് ചെയ്യാ. നമ്മൾ സെർച്ച് ചെയ്യാം. അടിപൊളി വീഡിയോ ആണ് വരുന്നത്. അജി അടിപൊളി. സോറി ഗൈസ് ഇത് നാളത്തെ വീഡിയോ. ഓക്കെ അതെ സോറി ഗൈസ്. നമുക്ക് എല്ലാവർക്കും കൂടുതൽ വിദ്യാഭ്യാസം കൂടിയോണ്ടാണ്. അല്ല ഒന്നും വിചാരിക്കരുത്. അല്ലോ അജി ഇറങ്ങിയെടുത്താൽ മതി. നാഫിയതേ മന്ദിരെ സീന് സിനാന്റെ ബില്ല് വാങ്ങി സ്കീം ഇട്ടിന്റെ ഒഴിവാക്കി. സിനാന്റെ ചിട്ടിട്ടില്ല. സിനാനും നാഫി അറിയാന് സംഭവത്ത് നിങ്ങൾ ചെയ്ത ചെറ്റത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും ആൾക്കാരോട് ഞങ്ങൾക്ക് ഒരു സിനാനോട് ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് മന്ദിട്ടില്ല. ഞാനും ബാജിയും പറഞ്ഞ ഞങ്ങൾ പൊട്ടന്മാരോ നമ്മുടേതല്ലേ? ഞാനും പിച്ചാപ്പുറത്തുണ്ട് മെല്ലെ ഞങ്ങളെ ഒഴിവാക്കിട്ട് ബിൽക്ക് രണ്ടാൾ പോയി. ഞങ്ങള് ലോക ഫേക്കാള്. ഞങ്ങള് ചെലവേ 9 വരെ നിന്നിട്ട് പെരേന്ന് വിളി വരെ കാത്തുനിന്ന് ഞാൻ പോവാനേ ഇവിടെ മന്തിന്നാ പോയിക്ക് രണ്ട്. എന്ത് മെൻസന്മാരാ സിനാന. ഇജ് ഫേക്ക് ഫ്രണ്ട്. ഇത്രയും കാലമായിട്ട് ഞാൻ വിചാരിച്ചില്ല ഇജ് ഫേക്കാന്ന്. ഇപ്പൊ ഇജ് ഫേക്കാന്ന്. ഏതായാലും നാഫിന്റെ ഞാൻ പ്രതീക്ഷിക്കുന്നത് നാഫി അണ്ടത് ഞങ്ങൾക്ക് എപ്പോഴാണ് എന്നാന്ന് അയക്കാം. ഗൂഗിൾ പേക്ക് നമ്മുടെ അയക്കിട്ടോ മറക്കല്ലേ. എത്ര എനിക്കറിയല്ലോ ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. എന്ത് നാഫി സെൻഡ് ഗുപ്പേക്കാന്ന് പറഞ്ഞു ഞാൻ ഫോട്ടോ എഡിറ്റ് ചെയ്തെടുത്തിന്. പറഞ്ഞ അറേ പ്ലീസ് സെൻഡ് ജിപേ. ഓക്കെ ക്യാമറ ഉണ്ടപ്പോ മറന്നുപോയി മൊത്തത്തില്. ക്യാമറ കണ്ട ഞാനും പൊട്ടനാണ്.
അപ്പൊ പെട്ടെന്നുള്ളൊരു പേടിയാണ് നമുക്ക്. ക്യാമറ പണ്ടേ പേടിയാണ്, പക്ഷെ നമ്മളിപ്പം അതിനെ തരണം ചെയ്യും. കാരണം ചെയ്യല്ലേ നമുക്ക് അടുത്ത ആഴ്ച പോകാതെ ഒരു പരിപാടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മുടിയാഴ്ചയില് എല്ലാവർക്കും ആ ഓർഡറല്ല മുടിയാഴ്ചയില് കിട്ടീന് ഓരോ കവറ് ഇറച്ചി പണ്ടൊന്നുമില്ല ഇറച്ചിക്കാണ്. പ്രോഗ്രാം നമ്മളെ അശ്വിന്റെ വീട്ടില്. അതെ അതെ എന്താ പറഞ്ഞ 24-ാം തീയതി പരിപാടി ടീമായിട്ട് വരാൻ പറഞ്ഞു. അതെ അതെ. അപ്പം അശ്വിൻ ഞങ്ങള് ടീം IRV അവിടെ എത്തും. നമുക്ക് തകർക്കാം, കമന്റ് ചെയ്യാം, അപ്പം ഷെയറും ചെയ്യാം. നമ്മൾ അവിടെ എത്തും ചെയ്യും, പരിപാടി നമ്മൾ പൊളിക്കും ചെയ്യും. ഓക്കെ ഗൈസ്, സീനിയർക്ക് എന്തോ പറയണ്ട, എന്താണ് ഇത്രയും നേരം ഈ കൂട്ടത്തിനേല്? അതെ അതെ, ഒറ്റക്ക് വേണ്ടതാ ഗൈസ്. എന്താണ് വാജി, എന്താണ് ഈ കൊച്ചു കേരളം ഇങ്ങനെയൊക്കെ? ഞമ്മല്ലേ സിനാന് നമുക്ക് ചെലവന്നില്ല, ഇവനും കൊടുത്ത്. നാഫി നമ്മളെ പറ്റിച്ചോ? എന്നായിക്കോട്ടെ, ജെബിനും ചറ്റിയും. എന്നാലും ഞമ്മളെ അല്ലേ? അതെ അതെ, വലിയ വ്ളോഗറാണ്. ഓനല്ല, ഇത് വേറെ, ഇത് സെലിബ്രിറ്റി സിനാനാണ്. അതെ അതെ ഗൈസ് തുടങ്ങി തട്ടത്തിലെ തക്കത്തിലെ തന്നിട്ട് പോയതെന്തേ? കുറവായില്ലോന്. ഒന്ന് നോക്കണ്ട, ദിവസം നടക്കണേ. അതെ, നമ്മളെ വൈകുന്നേരം അതെ ഒന്ന് റിലാക്സ് ചെയ്യുന്ന ടൈമാണിത്. രാത്രി 7 മണി ടു ഒരു 9:30. അധികം നേരം നിൽക്കൂല, എന്താ വെച്ചാൽ പെരയില് ഉമ്മയും ബാപ്പിയൊക്കെ എല്ലാം. അതെ ഗൈസ്, ജുപ്പിറ്റർ പോണത് അടുത്ത ഫേക്ക് കൂട്ടത്തിന്ന് പോണ എങ്ങനെയാണ് ഫേക്കാള്. ചോറിനാ നമ്മളെ വിളിച്ചാതെ അല്ലേ? മന്തിണ്ട്. ഇങ്ങനെ എന്താളെ തന്നെ ഞങ്ങളെ ഫേക്ക് ഇടുന്നത്. ഫേക്ക് ഇട്ട് പോവാറില്ല എന്നോട്. ഇജല്ലേ ലോക ഫേക്ക്, പന്നക്കാട്ടിൽ വലിയ ഫേക്കാലോ എടുത്ത് പോലൊക്കെ. ഗൈസ്, ഇതാണ് ഞങ്ങളെ നാട്ടിലെ ഏക ഡെന്റൽ ഡോക്ടർ സുലു ഡോക്ടർ. ചേത്തിന് അവന്റെ സംരംഭം എന്താണ്? അവിടെ തല മാറ്റി ഡോക്ടർ സുഹൈൽ ഡെന്റൽ ക്ലിനിക്ക് അല്ലേ? എന്ത് പ്രശ്നം പറഞ്ഞാൽ അന്റെ അങ്ങനത്തെ വള്ളിക്കേസൊന്നും കൊണ്ടുവരാൻ പറ്റൂല. പല്ല് വേദനക്ക് പറ്റുള്ളൂ അന്റെ വള്ളിക്ക്. എന്താ വരട്ടോ? ബായ് മാട്ടി കുട്ടിക്ക് പറഞ്ഞേ. കമന്റ് ഞാൻ പറഞ്ഞതല്ല, ഇത് ശ്രദ്ധിക്കും. വണ്ടി രാവിലെ 8 മണിക്ക് ബസ് ഇറങ്ങും, 8:45 ബസ് ഇറങ്ങിയാല് 9 വരെ അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റല്ലേ കൊണ്ട് എന്നിട്ട് അത് കഴിഞ്ഞ് വൈകുന്നേരം 4 മണിക്ക് സ്കൂൾ ഇട്ടാല് ഒരു 3:45 തുടങ്ങും പ്രാക്ടീസ്. അവിടുന്ന് അങ്ങോട്ട് ഇവിടെ 4 വരെ ഒരു 3000 ഹെൽമെറ്റ് വാങ്ങിനായിരുന്നു നീല. തൃശ്ശൂര് പോയി വാങ്ങിയോ ഹെൽമെറ്റ് 5000 ഉറുപ്പിക എടുത്താണ്ട്. അത് കാനം കൊണ്ട് തലയിൽ കൂടി വെക്കാൻ പറ്റും. അവിടെ പേരെ ഇട്ടൊക്കെ മുറിച്ചില് ഹെൽമെറ്റ് ഗീവ് ഉണ്ട് കേട്ടോ. അതെ അതെ, ഹെൽമെറ്റ് ഗീവ് ഉണ്ട്. ഇപ്പൊ കമന്റ് ചെയ്യാം. പുതിയ വീഡിയോ അപ്ലോഡ് ആയി, എല്ലാരും ഇപ്പൊ തന്നെ പോയി കാണാം. പൊട്ടൻ എന്താ മീസ പഠിച്ചതിനനുസരിച്ച് അന്തം പോയിന്ന് പറഞ്ഞില്ലേ? എന്താ ഈ നാട് ഇങ്ങനെ വാജിയെ? ഒരുത്തനെ കാണാൻ ഈ കുട്ടിനെ വിളിച്ച്, ഇവനെ കാണാനല്ല ഇവനെ പോയി. അത് ബാബുദാ അവിടെ കുട്ടിനെയും വിളിച്ചതാ പോയി. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്?
എന്താണ് ബാബുവിന് കുട്ടിയൊന്നുമില്ല അപ്പൊ വെറുതെ പറയാട്ടോ ഏഴിനോട് ചാറ്റ് ചെയ്യാണ് ട്രൈ ചെയ്യണ്ട് സെറ്റാ ഓനൊരു പഠിച്ചോന് കൊടുക്കും നല്ലത് കൊടുക്കും ഇൻഷാ അല്ലാ. എന്താണ് ലാക്കട്ര ഇങ്ങനെ കായാ മതിയോ ഒരു ആധാറിന്റെ മാനേജർ ഓക്കെ ഒന്നല്ലേ ഓൻ മഞ്ഞ കുപ്പായിലിട്ട് അതിന്റെ ഒരു പരിഗണന കൊടുക്കും സ്റ്റോൺ പേപ്പർ സീസർ വെച്ചാൽ ആരെയും ഒരാളത്തേന്ന് വാങ്ങി അതെ വേട് സ്റ്റോൺ പേപ്പർ എങ്കിൽ സ്റ്റോൺ പേപ്പർ ഷവർമ്മ തിന്നാൻ പൂതേക്കും അച്ചോടാ എന്തും കമ്മില്ല ബിച്ചാ പറഞ്ഞു വിട്ട് ഗൈസ് വാങ്ങി തരാനാണ് അന്ന് പറഞ്ഞ കാര്യമില്ല നടക്ക ഇവിടെ കൊടുത്തിട്ട് നമുക്ക് പിന്നെ വാങ്ങാൻ പോവാം. വാ, വാ. എന്താ സംഭവം എന്താ അതിൽ പൈസ ഇല്ല പൈസ അല്ല പൊട്ടാ എല്ലാവരും ഒരു അക്കൗണ്ട് ഉള്ളു ഗൈസ് പൈസ ഉണ്ടോന്ന് സെർച്ച് ചെയ്യാണ് ഈ class അല്ലേ? നമ്മളെ ചായക്ക് 2 ആൾക്കാർ വന്നിട്ടുണ്ട് ജാബർ വിത്ത് നമ്മളെ ഫാൻസ് ആയതുകൊണ്ട് വീടാണ്ട് പാകില് ഗൈസ് തിരിച്ചു വരുന്നുണ്ട് ഫാൻസ് ആണ് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത് കേട്ടോ സെറ്റല്ലേ ഗൈസ് വള്ള ചാടി പറഞ്ഞാണ്ട് ഉജ്ജിതാ എത്ര പത്തിമേലൊക്കെ ചാടാല്ല അറിയാം എന്താ വെച്ചാ എത്ര പൈമ ചാടാല്ലേ വള്ള വള്ള ചാടിയൊരു കാണിച്ചില്ല ഇത് പോകില്ല ചേട്ടാ അത് മാത്രം ഉണ്ടെങ്കിൽ തിരക്കടില്ലേ വള്ളന്നൊക്കെ പറഞ്ഞാലേ നോക്കി വള്ളന്നൊക്കെ പറഞ്ഞാ വന്നാരം വെച്ചുണ്ടായ വള്ളതാ അവിടെ ചാടിയിട്ടേ 4 മാസമായി നമ്മളെ വീഡിയോയിൽ പരസ്യം ഇത് നമ്മളെ വിജയം ആഡ്സ് ഒക്കെ അതെ പൈസ ഇട്ട് വലിയ പരിപാടിയാ ഇപ്പിടിച്ചാണേ ഇതുപോലെ ആരും ഷവർമ്മ ചായ ഒന്നും വാങ്ങുന്നില്ല അതുകൊണ്ട് ഇച്ച ഉറക്കം വരുന്നുണ്ട് ഞാൻ തിന്നാണ്ട് ഞാൻ പോയി കടന്നു കേട്ടോ എന്നാ അപ്പൊ ഓക്കെ ഗൈസ് അപ്പൊ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബാക്കി എന്താ ഷെയർ ചെയ്യാം ഓക്കെ ഗൈസ് ആഡ് വരുന്നു ഏതായാലും നമ്മളിത് വൈൻഡപ്പ് ചെയ്യല്ലോ അജി ഓക്കെ എന്നാ ബൈ ഗൈസ് ഞങ്ങൾ പോലെ പീക്കിട്ട് ഗൈസ് ശിവലെന്താ പറയല്ലേ ഓൽക്ക് ഭാഗ്യക്കാരോട് പറ്റിച്ചാണ്ട് ഏതായാലും ഗൈസ് ഞങ്ങൾ 2 ഷവർമ്മ 2 കൂൾ ബൂസ്റ്റ് പറഞ്ഞത് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം ഓക്കെ